എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നാൽ നമുക്ക് വേണ്ടി രാവും പകലും ഓടി ഓരോന്ന് ശരിയാക്കണം. അതിനോടൊപ്പം ഞാൻ എന്റെ മനസ്സിൽ കാണും, അതിനോടൊപ്പം ഇപ്പൊ ഡോക്ടർമാർ എങ്ങനെയാണോ അതേപോലെ ഒരേപോലെ നിൽക്കുന്നതാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ആംബുലൻസ്. കാരണം ഈ സ്വന്തം ജീവൻ നോക്കാതെ, അതായത് വേറെ ഒരു ജോലിയില്ല, അത് ജോലിയല്ല, അതൊരു സർവീസാണ്. എത്ര ശമ്പളം അതിന് കൊടുത്താലും മാച്ച് ആവില്ല. കാരണം സ്വന്തം ജീവൻ, ഡോക്ടർമാർ ജീവൻ കളയുന്നില്ല. അത് നിങ്ങൾ എന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. ഡോക്ടർമാർ ജീവൻ കളയുന്നില്ല, പക്ഷെ ഡോക്ടർമാർ ഉണ്ടെങ്കിൽ എല്ലാ പരിപാടി നടക്കുള്ളൂ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദം. സ്വന്തം ജീവൻ കളഞ്ഞ്, അതായത് എന്ത് സംഭവിക്കാം, ഈ 100-110 പോകുന്ന വണ്ടി അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള വണ്ടിയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടെമ്പോ ട്രാവലേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാറുകളൊക്കെ, ഈക്കോ, വിന്നർ, പിന്നെ ഈ ഫോഴ്സിന്റെ ട്രാവലർ, ഇതൊന്നും മറ്റേ റേസിംഗിന് ഉണ്ടാക്കിയ വണ്ടിയോ ചേസസോ ബോഡിയോ ഒന്നും അല്ല. വണ്ടിയെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ലിമിറ്റഡ് നോളജിൽ ഞാൻ പറയുന്നു. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഒരുമാതിരി ഫുൾ വലച്ചിലാണ്. ഒരു നല്ല വളവ്, ഒരു സ്പീഡിന് മുകളിൽ 60 വളച്ച വണ്ടി ഫ്ലിപ്പാവും, ഉൾട്ടടിക്കും. അവൻ ഉള്ള ഇരിക്കുന്ന എമർജൻസി ആയിട്ട് പോകുന്ന പേഷ്യന്റ് എല്ലാവരും കാര്യം തീരുമാനമാണ്, നേഴ്സ് അതൊക്കെ എല്ലാവരും. അത്രയും റിസ്ക് ഉള്ള അല്ലെങ്കിൽ അത്രയും വില കൊടുക്കേണ്ട ഒരു ജോലിയാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ആംബുലൻസ് ഓടിക്കുന്ന ആരാണെങ്കിലും. സത്യം പറയാമല്ലോ. കാരണം